ഹലോ ഇൻ്റർനെറ്റ് നമസ്കാരം. അപ്പോൾ നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ തന്നെ മെയിനായിട്ട് UK ടു ഫ്രാൻസ് ട്രിപ്പാണിത്. അപ്പോൾ മെയിനായിട്ട് ഇതിനെക്കുറിച്ചുള്ളൊരു കുറച്ച് ഡീറ്റെയിൽസും പിന്നെ കുറച്ച് കാഴ്ചകളും കാണിക്കാനുള്ളൊരു വീഡിയോ അത്രയേ ഉള്ളൂ. ഒരുപാട് പേർക്ക് അറിയാം ഓൾറെഡി എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ മെയിനായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ മാപ്പ് കാണുമ്പോൾ അറിയാൻ പറ്റും. അതായത് 2 ഐലൻഡ്സാണിത്. അപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നത് യൂറോപ്യൻ യൂണിയനും ലെഫ്റ്റ് സൈഡിൽ UK മാപ്പാണ്. അപ്പോൾ നമുക്ക് ആകെയുള്ളൊരു ഒറ്റ മാർഗം യൂറോപ്പിലേക്ക് എൻട്രി ചെയ്യാനുള്ളത് സീ വേസ്ഡ് 2 മാർഗമുണ്ട് ആക്ച്വലി. ഒന്ന് ട്രെയിനും ഒന്ന് നമുക്ക് ഫെറി വഴിയും പോവുകയും ചെയ്യാം. അതിനെ ഇംഗ്ലീഷ് ചാനലിൽ നിന്നാണ് വിളിക്കുക. കുറേ വർഷം മുന്നേ ബ്രിട്ടീഷ് എൻജിനീയേഴ്സും ഫ്രഞ്ച് എൻജിനീയേഴ്സും കൂടി കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം പോണത് ഫെറി വഴിയാണ്. അപ്പോൾ കുറച്ച് ചീപ്പർ ആയിട്ട് എനിക്ക് തോന്നി കമ്പാരിറ്റീവ്ലി ട്രെയിൻ വഴി പോകുമ്പോൾ. ട്രെയിൻ കുറച്ച് ഫാസ്റ്ററാണ്, നമുക്ക് ഒരു 25 മിനിറ്റിനുള്ളിൽ ഫ്രാൻസിലെത്താൻ പറ്റും. ഫെറി ആകുമ്പോൾ ഒരു ഏകദേശം 1 മണിക്കൂർ 15 മിനിറ്റ് ഓർ 17 മിനിറ്റ് സംതിങ് എന്താ. അപ്പോൾ ഇന്നിപ്പോൾ ഫ്രൈഡേ ആണ്. അപ്പോൾ ഫ്രൈഡേ നൈറ്റ് എനിക്ക് നാളെ സാറ്റർഡേ ആണ് എനിക്ക് ഫെറി ഉള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തു നിന്ന് ഡോവർ പോർട്ടിലേക്ക് ഓൾമോസ്റ്റ് ഒരു 6 ഹവേഴ്സിൻ്റെ അടുത്ത് ഡ്രൈവ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈവനിങ് ഡ്രൈവ് ചെയ്തിട്ട് അവിടെ എത്തി റൂമിലൊന്ന് സ്റ്റേ ചെയ്ത് മോർണിംഗ് ആണ് ഞാൻ ട്രാവൽ ചെയ്യുള്ളൂ മെയിനായിട്ട്, അല്ലെങ്കിൽ കുറച്ച് ടയേർഡാണ്. അപ്പോൾ ഈ ട്രാവലിന് വേണ്ടിയിട്ടുള്ള മെയിൻ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഇവിടെ റൈറ്റ് സൈഡിലിടാം. ആവശ്യമുള്ളവർക്ക് അത് സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കാണാൻ പറ്റും. അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവങ്ങളൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയുള്ളൂ. മെയിനായിട്ട് നമുക്ക് ഷെൻഗൻ വിസ വേണം, അതൊരു ഫസ്റ്റ് റിക്വയർമെൻ്റാണ്. അതുണ്ടെങ്കിൽ മാത്രമാണ് അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ കെൻഡിലേക്ക് ഹെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ട്രാഫിക്കൊന്നുമില്ല. സാധാരണ ഫ്രൈഡേയ്സ് നല്ല ട്രാഫിക് ഉണ്ടാവാറുള്ളതാണ്, പക്ഷേ എന്തോ നമ്മുടെ ഭാഗ്യം കൊണ്ട് അത്ര വലിയ ട്രാഫിക്കൊന്നുമില്ല. ഇപ്പോൾ കൂളായിട്ട് ഡ്രൈവ് ചെയ്ത് പോവാം. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഇനി ബാക്കിയുള്ള കാഴ്ചകളെല്ലാം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണും. ഇപ്പോൾ ഇവിടെ ഒരു സർവീസിൽ കയറിയതാണ്. ചെറുതായിട്ടൊന്ന് വിശന്നപ്പോൾ മക്ഡൊണാൾഡ്സിലൊന്ന് കയറാമെന്ന് വെച്ചാൽ. ഇവിടെ ഇന്ത്യൻ ഷോപ്പുകളൊക്കെ ഉണ്ട്. ബിരിയാണി, ഇവിടെ ഒരു ഇത് എല്ലായിടത്തും ഇന്ത്യൻസാണ് കൂടുതൽ. ഇവിടെ KFC, WHS അങ്ങനെ കുറച്ച് ഷോപ്സുകളുണ്ട്. സമയം 10:32. ഇനി ഇവിടുന്ന് വീണ്ടും ഏകദേശം ഒരു 1 മണിക്കൂർ 20 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. അത് കഴിഞ്ഞാൽ കെൻഡെത്തി. ശരിക്കും വലിയ വിശപ്പൊന്നും ഇല്ലെങ്കിലും ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. റെസ്റ്റ് അപ്പം ഇനി കാറിൽ വെച്ച് കാണാം. അങ്ങനെ ഡോവർ എത്തിയിട്ടോ. ഇതാണ് അക്കോമഡേഷൻ. എല്ലാവരും ഉറങ്ങി തോന്നുന്നുണ്ട്. ഞാൻ കുറച്ച് ലേറ്റായി. ഇവിടെ നിന്ന് കീ കളക്ട് ചെയ്യണം. ഇതന്നെയാന്ന് തോന്നുന്നുണ്ട്, കണ്ടിട്ട് എനിക്ക് തന്നെയാന്ന് തോന്നുന്നു. എന്തായാലും കീ നോക്കട്ടെ. എല്ലാവരും ഉറങ്ങിയേക്കാം. അപ്പോൾ ഇതായിരുന്നു എൻ്റെ റൂം ഇന്നലത്തെ. നല്ല ലേറ്റ് ആയതുകൊണ്ടൊന്നും ശരിക്കും കാണിക്കാൻ പറ്റിയില്ല. നല്ല അടിപൊളിയായിരുന്നു, നല്ല സൗകര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇനി ഇവിടെ നിന്ന് ഇറങ്ങി കുളിച്ചിട്ട് ഫ്രഷായി നേരെ ഡോവറിൽ പോകണം. ടോയ്ലറ്റൊക്കെ പോയി സെറ്റായി. അപ്പോൾ ഇതാണ് സംഭവം. ഇത് ക്ലോസ് ചെയ്യണം.
ടോയ്ലറ്റൊക്കെ അടിപൊളിയാണ്. ഇതായിരുന്നു ടോയ്ലറ്റൊക്കെ എല്ലാം ക്ലീനാണ്, അടിപൊളിയായിരുന്നു. ഇവിടുന്ന് നേരെ ഇറങ്ങി താഴോട്ട് പോകണം. ഇതായിരുന്നു കേട്ടോ ലോഞ്ച്. നല്ല അടിപൊളി സെറ്റപ്പ് ആയിരുന്നു. വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. നേരെ ഡോറിലേക്ക് പോകും. പിന്നെ പുറത്ത് ഇതാണ് കേട്ടോ കാഴ്ച. ഇനി നമുക്ക് മെയിനായിട്ട് വണ്ടിയിൽ കുറച്ച് ലീഗൽ റിക്വയർമെൻറ്റ്സ് ചെയ്യാനുണ്ട്. നമ്മൾ UK നിന്ന് ഫ്രാൻസിലേക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, നല്ല അറിയാത്തവർക്ക് ഞാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ നമുക്ക് വണ്ടിയിൽ കുറച്ച് ഡിഫ്ലക്റ്റീവ് സ്റ്റിക്കറും പിന്നെ UK ഒരു സ്റ്റിക്കറും കൂടിയും അപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ നമുക്കൊരു ഓൾമോസ്റ്റ് നാട്ടിലൊരു 130 euro, അതായത് ഒരു നാട്ടിലൊരു 13,000 രൂപ ഫൈൻ കിട്ടും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതാണ് ഞാൻ അന്ന് മേടിച്ച ആമസോണിലെ കിറ്റ്. ഇതിലൊരു ട്രയാങ്കിളിൻ്റെ ഒരു വാർണിംഗ് സിമ്പിൾ ഉണ്ടാവും. അതുപോലെ UKയുടെ ഈ സ്റ്റിക്കർ UK എഴുതിയിട്ടാണ്. പിന്നെ അതുപോലെ ഹൈ വേസ്റ്റ് വേണം. എത്ര ആളുണ്ടോ അത്ര ആൾക്കും ഹൈ വേസ്റ്റ് വേണം. അത് കാറിൻ്റെ ഉള്ളിൽ വയ്ക്കണം. ഇത് നമുക്ക് ബാക്കിൽ ഒട്ടിക്കണമെങ്കിൽ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റിക്കർ. ഇത് നമുക്ക് ലീഗലി അവിടെ വേണം യൂറോപ്പിൽ ഓടിക്കുമ്പോൾ. കാരണം നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡാണ് നമ്മൾ സ്റ്റിയറിംഗ് വീല് വരുന്നത്. അതുപോലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ് നമ്മൾ UKയിൽ ഓടിക്കുക. ഇവിടെ നേരെ ഓപ്പോസിറ്റാണ്, റൈറ്റ് ഹാൻഡ് സൈഡിലാണ് യൂറോപ്പിൽ ഓടിക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ ആവശ്യമാണ്. സമയത്ത് ഹൈ ബീം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഒരു മാനുവലൊക്കെ ഉണ്ട്. ഇത് നോക്കി ടൈം കളയണ്ട. യൂട്യൂബ് ഏതെങ്കിലും ഒരു വീഡിയോ നോക്കിയാൽ അല്ലെങ്കിൽ ഇത് നോക്കിയാലും മതി. നമ്മുടെ ഹൈ ബീം വരുന്ന സ്ഥലത്ത് ഒരു ഹോള് കിട്ടും. ഇതുപോലെ ഒരു മാർക്ക് കിട്ടും. അപ്പോൾ ആ മാർക്കിലാണ് നമ്മളത് ഒട്ടിക്കേണ്ടത് എന്നാണ് എനിക്ക് അറിഞ്ഞത്. എന്നാലും നിങ്ങളൊന്ന് കൺഫേം ആക്കുക. ഞാൻ അത് ഒട്ടിക്കാൻ പോവുകയാണ്. എനിക്ക് വേറെ ഇനിയിപ്പോൾ 2 സൈഡും കൂടെ ഒട്ടിക്കാനുണ്ട്. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് ഒട്ടിക്കാം. ഇതാണ് ഞാൻ താമസിച്ച വീട് കേട്ടോ. ആർക്കെനിക്ക് വേണമെങ്കിൽ ഇത് Airbnb ബുക്ക് ചെയ്യാൻ പറ്റും. നല്ലതായിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ ഡോറിലേക്ക് പോകണം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. യൂറോപ്പിൽ പോകുമ്പോൾ ഇമിഗ്രേഷൻ ക്ലിയറൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിയാൻ
ചില വണ്ടിയിൽ മാത്രമേ UK സ്റ്റിക്കേഴ്സ് ഉള്ളൂ. മല ക്ലിഫ് അടിപൊളിയാണ്, കാണാൻ രസമുണ്ട്. ഇതാണ് കേട്ടോ ചെക്കിൻ ഗേറ്റ് വരുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ സെയിൽ ചെയ്യാൻ പോണത്. ഇത് റൂട്ട് നിൽക്കുന്നുള്ളതാണ്. ഇത് തന്നെയായിരിക്കും, എല്ലാവരും ആ റൂട്ട് തന്നെയാണ് പോകുന്നത്. ബസ്സിന് വേറെ റൂട്ടാണ്, പക്ഷെ ആ കാർ അങ്ങനെ പോകണ്ടല്ലോ, എന്താണെന്നറിയില്ല. ഇത് തന്നെ കാറിൻ്റെ സിമ്പിൾ ഇട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ നമ്മൾ ഇത് ഫോളോ ചെയ്താൽ മതി. മെയിനായിട്ട് വലിയ കൺഫ്യൂസിങ് ആയിട്ട് ഇതുവരെ തോന്നിയില്ല. എന്തായാലും UK സ്റ്റിക്കറുള്ള വണ്ടിയെ ഫോളോ ചെയ്താൽ മതി. നമുക്ക് സൈമെൻ്റ് വിചാരിക്കുന്നു. സംഭവം പോർട്ടാണ് കേട്ടോ, ഭയങ്കര വലുതാണ്. മിക്കവാറും നമുക്ക് ഫ്രാൻസിൻ്റെ ഇമിഗ്രേഷൻ ഇവിടെ തന്നെ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ UK ഇമിഗ്രേഷൻ ഫ്രാൻസിൽ നിന്നായിരിക്കും. അങ്ങനെ ആവാനാണ് ചാൻസസ്. എന്തോ റേസിംഗ് കാറും പ്ലൈമൗത്ത് കിടലിനാണല്ലോ. സംഭവം ആക്ച്വലി നമ്മളിവിടെ എത്തി. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ടപ്പുറത്ത് വരെ എത്തിയാൽ മതി കണ്ടോ. പക്ഷെ അങ്ങോട്ടേക്കുള്ള ക്യൂ എന്ന് പറയുന്നത് 28 മിനിറ്റ് കാണിക്കുന്നു. എന്തെങ്കിലും നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. നമ്മൾ ഓൾറെഡി കറക്റ്റ് ടൈമിങ്ങിൽ തന്നെയാണ്. പിന്നെ ഇത് പാസഞ്ചർ ടെർമിനലാണ്. നമുക്ക് നടന്നു വേണമെങ്കിൽ നമുക്ക് കപ്പലിൽ അങ്ങനെ പോവാം, കാറായിട്ട് യൂസ് ചെയ്യാം, സൈക്കിൾ കൊണ്ടുപോകാം, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ മേലക്കൂടെ ഫ്ലൈ ഓവറൊക്കെ പോകേണ്ടത് എങ്ങോട്ടാന്നൊരു പിടിയില്ല. എന്തെങ്കിലും വെയിറ്റ് ചെയ്യാം. ഒരു നൈസ് വണ്ടി ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്, കൊള്ളാൻ തോന്നി. നല്ല സൗണ്ട് കിട്ടോ, എന്തോ ഷോക്ക് കണ്ട് കൊണ്ടുപോകണ പോലെ തോന്നി. അവിടെയാണ് കേട്ടോ പാസ്പോർട്ട് കൺട്രോള്. രൂപം ശരിയാണെങ്കിൽ അവിടെയാണ്. ഫ്രഞ്ചിലാണ് എഴുതിയിരിക്കുന്നത്, മിക്കവാറും തന്നെയായിരിക്കും. ഇത് ഓൾമോസ്റ്റ് ബോർഡർ കൺട്രോൾ എത്തി തുടങ്ങി. ഇവിടുന്ന് അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പാടില്ല ശരിക്കും. അവിടെ ഫുൾ ഇൻഫർമേഷൻ നമുക്ക് സ്ക്രീനിൽ അപ് ടു ഡേറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെല്ലാം പാസ്പോർട്ടെല്ലാം റെഡിയാക്കി വെക്കണം. അതുപോലെ ബുക്കിംഗ് റെഫറൻസ്, പിന്നെ അങ്ങനെയല്ല. ഇത് ഇപ്പുറത്തെ കാണുന്ന ഈ വഴി നമുക്ക് നടന്നും സൈക്കിളിലും ഒക്കെ പോകാം, അതിനുള്ള വഴിയാണത്. കാറ്, ബസ് അല്ല, കാറ്, കാരവൻ അങ്ങനത്തെ ഉള്ളതൊക്കെ ഈ സൈഡിലാണ്. ബസ്സും വരുന്നുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞത് തെറ്റാണോ അറിയില്ല. അവിടെ അങ്ങനെയാണ് ബോർഡ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ എന്തോ റീസൺ നെതർലാൻഡ്സ് എന്നുള്ള ബസ്സാണത്. ഇനി യൂറോപ്യൻ വണ്ടിയായിരിക്കും, കാരണമായിരിക്കും, അറിയില്ല. എന്തായാലും എമിഗ്രേഷൻ കഴിഞ്ഞ് കാണാം. അവിടെ നമുക്ക് പാസ്പോർട്ടും എല്ലാം കാണിക്കണം, ഡീറ്റെയിൽസ്. അത് കഴിഞ്ഞിട്ട് നേരെ ഫെറിയിലേക്ക് ജമ്പ് ചെയ്യാം. DFDS ഐറിഷ്, പിന്നെ PNO ഫെറീസ് അതിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ മിസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തതിൽ അവർ ഡിപ്പാർച്ചർ സെറ്റാക്കി തരുന്നു. എനിക്കത് അറിയില്ലായിരുന്നില്ല, അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ എമിഗ്രേഷൻ കഴിഞ്ഞു, വളരെ കൂളായിരുന്നു. ഇവിടെ വണ്ടി ഇതൊന്നും ചെക്ക് ചെയ്തൊന്നുമില്ല, ജസ്റ്റ് പാസ്പോർട്ട് നോക്കി സീലടിച്ചു വന്നു. UK ബോർഡർ കസ്റ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവരൊന്നും നോക്കിയ പോലും ഇല്ല, മൈൻഡ് ചെയ്തില്ല. പിന്നെ എമിഗ്രേഷൻ കഴിയാൻ നേരെ നമ്മൾ ഈ കാണുന്ന ബോർഡ് നോക്കി പോയാൽ മതി. അങ്ങോട്ടൊക്കെ വളയാനുണ്ട്. പിന്നെ ഗൈഡ് ചെയ്യാൻ ഇതുപോലെ കുറേ ആൾക്കാരുള്ള കാരണം വലിയ പ്രശ്നമില്ല, ഇഷ്ടമായി പോകുന്നില്ല.
ലൊക്കേഷൻ ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ അവിടെ എത്തിയിട്ട് കാണിക്കാം. ഇതാണോ? ഇവിടെ 3 മെയിൻ സംഭവമായിട്ടൊക്കെ കാണിക്കണം. അതായത് 3 ഫെറി ഓപ്പറേറ്റേഴ്സാണ് ഇവിടെ കാണിക്കുന്നത്. ഒന്ന് DFDS, ഇത് പറഞ്ഞ പോലെ ഐറിഷ്, ഒന്ന് PANO. അപ്പോൾ നിങ്ങൾക്ക് ടിക്കറ്റ് ഒന്നില്ലെങ്കിൽ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് പോയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഡയറക്റ്റ് ഫെറീസ് എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ കുറച്ച് ചീപ്പായിട്ട് എനിക്ക് ടിക്കറ്റ് തോന്നി. ഞാൻ അവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇവിടെ നമ്മുടെ ടിക്കറ്റിൽ അവർ പാർക്കിംഗ് സ്ലോട്ട് തരും. അപ്പോൾ 80F ആണ് ഇവിടെ മേലെ നോക്കി കാണാൻ പറ്റും. അപ്പോൾ അത് ഫോളോ ചെയ്യുക. അപ്പോൾ അത് ആ ടിക്കറ്റ് കിട്ടുമ്പോഴേ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ബോർഡ് ഫോളോ ചെയ്ത് വന്നാൽ മതി, അത്രയേ ഉള്ളൂ. ഇവിടെ കുറേ സീഗൾസൊക്കെ ഉണ്ട്, എല്ലാവരും നോക്കിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ടൈം 8:30 ഇപ്പോൾ 7:30 ആയിട്ടുള്ള. ഇനി 1 hour കൂടി ഉണ്ട്. സീഗൾസിന് ഫോട്ടോ എടുക്കുന്നുണ്ട് എല്ലാവരും. താങ്ക് യു. അപ്പോൾ നമ്മൾ എൻട്രി ചെയ്യാൻ പോവാണ് ഷിപ്പിലേക്ക്. ഷിപ്പല്ല, ഫെറി. എന്താ പറയാന്ന് എനിക്കറിയില്ല. ഫെറി തന്നെ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു എൻട്രി. ഒരു ഭയങ്കര തിരക്കായിരുന്നു. തിരക്കുള്ള മാതിരിപ്പാട്ട്. ഭയങ്കര വലുതാണ് കേട്ടോ. നമ്മൾ വിചാരിക്കണ പോലെ അല്ല. അത്രയധികം വണ്ടികൾ ഇതിൽ കൊള്ളും. നമ്മളിതിൽ ഇരിക്കാൻ പാടില്ല എന്നാണ് റൂള്. പിന്നെ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻജിൻ ഓഫ് ചെയ്യണം, ഹാൻഡ് ബ്രേക്ക് ഇടണം, പിന്നെ അലാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഓഫ് ചെയ്തിടണം. അപ്പോൾ കാറ് പാർക്ക് ചെയ്തു. ലിഫ്റ്റിൽ കയറണം. ലിഫ്റ്റ് കയറി, ലിഫ്റ്റ് അല്ലാണ്ട് സ്റ്റെപ്പ് കയറി പോകണം. ഒരുപാട് ഫ്ലോർ ഉണ്ട്. ആണത് 7. ടോപ്പ് എപ്പോഴാണെന്ന് അറിയില്ല. നോക്കിയോ, ലിഫ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ കയറി മതിയായിരുന്നു. This way, just letting people go downstairs. There we go, this way.
ഇവിടെ വിശാലാണ്, ഇവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ ഒരു സൈഡ് കയറിയിട്ടുള്ളത് ഇതുപോലെ വേറെ ഫ്ലോറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ ഇവിടെ മെയിനായിട്ട് ഡ്യൂട്ടി ഫ്രീ ഉണ്ട്. സെയിം എയർപോർട്ട് സിസ്റ്റം, അതൊരു കപ്പല്ലാന്ന് മാത്രം. ഞാൻ പുറത്തത്തെ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. എൻ്റെ അമ്മ, ഇതാണ് കേട്ടോ കപ്പൽ ചാല്. ഒരു ലക്ഷറി സംഭവമായിട്ട് തോന്നുന്നുണ്ട്. എല്ലാം നീറ്റ് ആൻഡ് ക്ലീനാണ്. പിന്നെ നമുക്ക് ഇവിടുന്ന് ഫുഡൊക്കെ ഐറ്റംസൊക്കെ മേടിക്കാം. കേക്ക് ഉണ്ട്, ഡ്രിങ്ക്സ് ഉണ്ട്, ജാം, മഫിൻസ് എല്ലാം ഉണ്ട്. ഇവിടെ നമുക്ക് മെയിനായിട്ട് എല്ലായിടത്തും ഇരിക്കാം. നമുക്ക് അങ്ങനെ ഇന്ന സ്ഥലമൊന്നുമില്ല. പക്ഷെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഒരു ലോഞ്ച് ആക്സസ്, ലോഞ്ചിലിരിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. അതിന് എക്സ്ട്രാ ഒരു 30 പൗണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, ഇതന്നെ ആവശ്യത്തിന് ധാരാളം. ഇതൊരു ഡ്യൂട്ടി ഫ്രീ ആണ്. ഇപ്പോൾ ഇവിടെ ഒരുപാട് മദ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. UK പ്രൈസിലാണ്, വില കുറവുണ്ട് കേട്ടോ. നോർമൽ ഡ്യൂട്ടി ഫ്രീയിൽ കിട്ടുന്ന പോലെ തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. ചാക്രമേഫർ 26 ഉള്ളൂ, 1.75 ലിറ്റർ. അത് കുറച്ച് ലാഭമായിട്ട് തോന്നി. 16 കൊണ്ടുള്ളൂ 1 ലിറ്ററിന്. അത് നല്ല ലാഭമാണ് കേട്ടോ കമ്പാരിറ്റീവ്ലി. ഐ മീൻ നോർമൽ സൂപ്പർ മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ അത് വളരെ ചീപ്പാണ്. ഇവിടെ ബിയറിൻ്റെ സെക്ഷനുണ്ട്, സിഗരറ്റിൻ്റെ സെക്ഷനുണ്ട്. ഇതൊക്കെ സിഗരറ്റ്സിൻ്റെ കേട്ടോ. 6700 പൗണ്ട്, 6700 രൂപ ഇന്ത്യൻ മണി വരും. ഇതൊക്കെ സിഗരറ്റ്, അതൊക്കെ അതിൻ്റെ പ്രൈസാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട്. കിഡ്സിനുള്ള ടോയ്സ്, അതുപോലെ വാച്ചസ്, സ്പ്രേ, ബാഗ്സ്, സംഭവങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. കാർഡെക്ക് ടോയ്ലറ്റ്സ് കഴിഞ്ഞു. ഇവിടെ ഗെയിം കളിക്കുള്ള സംഭവങ്ങളുണ്ട്. കുട്ടികൾക്കായിട്ട് ഫുഡിനുള്ള ക്യൂ ആട്ടോ. റെസ്റ്റോറൻ്റ് ഉണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്, വിചാരിച്ച പോലെ അല്ല. ഇവിടെ ലെഗോസിൻ്റെ അടിപൊളി സംഭവങ്ങളുണ്ട് കേട്ടോ. ഫോർമുല 1 ക്ലാരൻ ലെഗോസ് 17 ഉണ്ട്, 18 ഉണ്ട്. ഇവിടെ ഒരുപാട് പെർഫ്യൂംസ് ഉണ്ട് കേട്ടോ. ഇതിൽ എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡുകളിലൊന്നാണിത്, വെർസാച്ചിയുടെ ഈ EDP. ഇതിന് നാട്ടിലൊരു 10,000 രൂപ വില വരും. ഇത് ഈ 2 പുതിയതായിട്ട് വന്നിട്ടുള്ളത്.
പിന്നെ എൻ്റെ ഒരു മെയിൻ ഫേവറേറ്റ് ഉണ്ട്, ആർക്കെങ്കിലും പെർഫ്യൂംസ് ഇഷ്ടമാണെങ്കിൽ ഞാൻ അത് റെക്കമെൻഡ് ചെയ്യാണ്. കുറച്ച് എക്സ്പെൻസീവാണ്, സെയിം പ്രൈസ് തന്നെ, നാട്ടിലൊരു 10,000 അടുത്ത് വരും. അതായത് ഗുച്ചിയുടെ എലിക്സർ എന്ന് പറയും. ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. കിഡിലം സ്മെല്ലാണ്, ഒരു രക്ഷയില്ല. ഇൻ ഫ്യൂച്ചർ ഒരെണ്ണം മേടിക്കണം. ഇവിടെ നമുക്ക് പുറത്തിറങ്ങിയിട്ടുള്ളൊരു വ്യൂ ഉണ്ട് കേട്ടോ. ഇതിനെ സൺഡക്ക് എന്ന് പറയാ. ചുമ്മാ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് കയറി കാണാം. പക്ഷെ ഇപ്പം മൂവ് ചെയ്യുമ്പോഴായിരിക്കും ഒന്നുകൂടി ബെറ്റർ. ജസ്റ്റ് ഇവിടെ നീങ്ങിയിട്ടൊന്നുമില്ല, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇതുവരെ. എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഈ ട്രെയിലേഴ്സൊക്കെ ഇവിടെയാണ് തോന്നുന്നത് പാർക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ ആ കാണുന്ന സ്ഥലത്തായിരുന്നു പാർക്ക് ചെയ്തിരുന്നത്. അവിടെയായിരുന്നു അവിടെ നമ്മൾ പാർക്ക് ചെയ്ത സ്ഥലം. ഫ്രാൻസിൻ്റെ കൂടി ഇങ്ങനെ പറക്കുന്നുണ്ട്. അത് പിയാൻഡോൻ്റെ വേറൊരു ഫെറിയാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അത് ബോർഡറാണ് കേട്ടോ കാണുന്നത്, കോൺക്രീറ്റിൻ്റെ. പിന്നെ അവിടെ ഒരു ക്രൂസ് ഷിപ്പ് കിടക്കുന്നുണ്ട്. നമ്മൾ ആ ഏരിയ വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിത് ആക്ച്വലി ടൈമിങ് മിസ്സായാലും അവർ നെക്സ്റ്റ് അവൈലബിലിറ്റി നോക്കിയിട്ട് നമ്മൾ അടുത്തേൽ ഇടുന്നതാണ് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അവർ എക്സ്ട്രാ ചാർജ് ചെയ്യില്ല എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. അതൊന്നും അവർ മെൻഷൻ ചെയ്തിട്ടില്ല അവിടെ. ഇത് ആക്ച്വലി നല്ല ഫാസ്റ്റ് ആണ് കേട്ടോ, നമ്മൾ വിചാരിക്കുന്ന പോലല്ല. ആ കാണുന്നതാണ് കാണാൻ തന്നെയാണ് തോന്നുന്നത്, അല്ല അത് വളഞ്ഞു കൊണ്ടിരിക്കുന്നു. ഓ സീകളുടെ ഒരു ശക്തി കണ്ടല്ലേ. പുള്ളി UK ഫ്രാൻസിലേക്ക് പറക്കണ്ടല്ലോ, സുഖമായി, ടിക്കറ്റ് കൊടുക്കണ്ട. വിചാരിക്കണ പോലെ അല്ല, അത് നല്ല ഫാസ്റ്റാണ്. ഇത്രയും വലിയൊരു സംഭവം, അതിന്റെ എഞ്ചിന്റെ ഒരു ശക്തി എന്തായിരിക്കും. ഫ്രാൻസ് മെയിൻലാൻഡ് കണ്ടു. ഓൾമോസ്റ്റ് എത്തിട്ടോ. നമ്മുടെ നേരെ വണ്ടി ഉറപ്പിക്കണം. താങ്ക് യു. എല്ലാവരും വരിയായിട്ട് ഇറങ്ങാൻ നിൽക്കാണ്. അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാർ ഡെക്കിലെത്തി. ഇനി നമ്മളതാ നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. നേരെ കാറ് ഓപ്പൺ ആക്കുക, കയറുക. അവര് പറയുമ്പോ ഇൻസ്ട്രക്ഷൻ പറയുമ്പോ പുറത്തേക്ക് നേരെ ഫ്രാൻസ്. മൂവി തുടങ്ങി. ഭാഗ്യത്തിന് നമ്മുടെ ലൈനാ ഫസ്റ്റ് ഇപ്പൊ എടുത്തത്. കേറുമ്പോ നമ്മളായിരുന്നു ലാസ്റ്റ്, ഇറങ്ങുമ്പോ ഫസ്റ്റ് ആയി. എന്തായാലും നന്നായി. അപ്പോൾ ഈ കാണുന്ന പോലെ ഈ ഒരു പാസേജ് കഴിഞ്ഞാൽ നമ്മൾ ഫ്രാൻസിൻ്റെ മെയിൻലാൻഡിലെത്തി. അപ്പോൾ ഇനിയുള്ള ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ മെയിനായിട്ട് ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ എപ്പോഴും സൂക്ഷിക്കണം. ഇവിടെ സൈഡെല്ലാം മാറി നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡാണ് കീപ്പ് ചെയ്യേണ്ടത്. അതെപ്പോഴും മൈൻഡിലുണ്ടായിരിക്കണം. അപ്പോൾ എന്തായാലും ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.